വിക്രമാദിത്യ മഹാരാജാവിൽ നിന്നും കുറച്ചുകൂടി ഗാംഭീര്യമുള്ള ചോദ്യമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. വരരുചി പറഞ്ഞു. ശരിയാണ്, അത്ര വലിയ ഒരു ചോദ്യമൊന്നുമല്ല ചോദിച്ചത്. എന്നിട്ടും വരരുചിക്ക് മാത്രമേ മറുപടി പറയാൻ കഴിഞ്ഞുള്ളൂ. വിക്രമാദിത്യൻ ആ യുവാവിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. കനപ്പെട്ട ചോദ്യം തന്നെ ചോദിക്കാം. പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രാമായണത്തിൽ ഏറ്റവും പ്രധാനമായ ശ്ലോകം ഏതാണ്? അതിൽ തന്നെ പ്രധാന വാക്യം ഏതാണ്? പണ്ഡിതന്മാർ അമ്പരന്ന് പരസ്പരം നോക്കി. ഒരു പണ്ഡിതൻ എഴുന്നേറ്റു നിന്നു. രാമായണത്തിൽ എല്ലാ വരികളും പ്രധാനമാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മേന്മ കൂടും. വിഡ്ഢിത്തം പറയാതിരിക്കൂ. എല്ലാ കൃതികളിലും മൗലിക പ്രാധാന്യമുള്ള ഒരാശയം ഉണ്ടായിരിക്കും. ഞാൻ ഒരുപാട് ചിന്തിച്ചു നോക്കി, പിടികിട്ടിയില്ല. വരരുചി, എന്താ താങ്കൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്? വിക്രമാദിത്യൻ ചോദിച്ചു. പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യമാണ് തിരുമേനി ചോദിച്ചിരിക്കുന്നത്. കുറച്ചു ദിവസത്തെ സമയം തരണം. അതിന് തിരുവുള്ളമുണ്ടാകണം. വരരുചി അപേക്ഷിച്ചു. വരരുചി, ഈ സദസ്സിൽ നമ്മുടെ പ്രത്യേക സ്നേഹത്തിനും ബഹുമാനത്തിനും എപ്പോഴും പാത്രീഭവിക്കുന്നത് താങ്കളാണ്. നാം 41 ദിവസത്തെ സമയം തരുന്നു. ഈ അവധിക്കുള്ളിൽ ശരിയായ മറുപടിയും കൊണ്ടുവരണം. നാം വിജയം ആശംസിക്കുന്നു. ഇതിൽ താങ്കൾ പരാജയപ്പെടുകയാണെങ്കിൽ അങ്ങയ്ക്ക് പിന്നെ ഇവിടെ സ്ഥാനമില്ല, മഹാരാജാവ് പറഞ്ഞു. വരരുചി ഒന്ന് ഞെട്ടി. പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ പുറത്താക്കുമെന്നാണ് മഹാരാജാവ് പറഞ്ഞത്. അതിന്റെ സാരം അതാണ്. മറ്റു പണ്ഡിതന്മാർ ഉള്ളാലെ സന്തോഷിച്ചു. ആർക്കും മറുപടി പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. സാക്ഷാൽ ബൃഹസ്പതിക്ക് പോലും പറയാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ വരരുചിക്ക്? വരരുചി എഴുന്നേറ്റു. സദസ്സിനെയും മഹാരാജാവിനെയും വണങ്ങി. ഇപ്പോൾ തന്നെ പോവുകയാണോ? വിക്രമാദിത്യൻ ചോദിച്ചു. അതെ, 41 ദിവസത്തിനുള്ളിൽ കാണാം. വരരുചി പുറത്തു കടന്നു. തന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആരോ വിളിച്ചു പറയുന്നത് പോലെ വരരുചിക്ക് തോന്നി. വരരുചി, നീ പരാജയപ്പെടാൻ പോകുന്നു. ഇതത്ര നിസ്സാരമായ കാര്യമല്ല. വരരുചി സ്വയം പറഞ്ഞു. ഞാൻ വിജയിക്കും, ഇല്ലെങ്കിൽ മരിക്കും. അദ്ദേഹം ധൃതിയിൽ നടന്നു.